SDP നേതാവ് ലത്തീഫ് തന്നെ പ്രതികരിച്ചിട്ടുള്ളത് UDF നേതാക്കൾ ഇടപെട്ടിട്ടാണ്. UDF നേതാക്കളുടെ സമ്മർദ്ദമുണ്ടായിരുന്നു. സാദിഖ് അലി ശിഹാബ് തങ്ങൾ അടക്കം വിളിച്ചതിനെ തുടർന്നാണ് അവിടുന്ന് SDP സ്ഥാനാർത്ഥിയെ പിൻവലിച്ചത് എന്ന് വളരെ വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ അവിടുത്തെ പ്രവർത്തകർ, SDP പ്രവർത്തകർ മുസ്ലിം ലീഗിന് പിന്തുണയ്ക്കുന്നതിനോട് എതിർപ്പുള്ളവരാണ്. അതാണ് നേരത്തെ അഷ്റഫിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിലും അദ്ദേഹത്തെ തന്നെ അവിടെ മത്സര രംഗത്ത് ഉറച്ചു നിർത്തുന്നതിനും വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ അവർ നടത്തിയിരുന്നു. അവിടുത്തെ PDPക്കും ഈ വ്യത്യസ്തമായ നിലപാടുണ്ട്. ഇപ്പോൾ പരസ്യമായിട്ട് മഞ്ചേശ്വരത്ത് UDFനെ പിന്തുണയ്ക്കും. സംസ്ഥാനത്ത് LDFനെ മറ്റു മണ്ഡലങ്ങളിൽ പിന്തുണയ്ക്കുമെങ്കിലും മഞ്ചേശ്വരത്ത് UDFനെ പിന്തുണയ്ക്കുന്നതാണ് ഇപ്പോൾ PDP സംസ്ഥാന പ്രസിഡന്റും. CPM-നെയാണ് അവർ പിന്തുണയ്ക്കുന്നതെങ്കിൽ ഇതേ വോട്ട് സ്പ്ലിറ്റ് അപ്പോഴും ഉണ്ടാകില്ല. സംശയമാണ്. അതായത് അവിടെ ഇപ്പോൾ BJP ജയിക്കരുത് എന്നുള്ളതാണല്ലോ SDP തീരുമാനം. അങ്ങനെയാണെങ്കിൽ അവർ സ്ഥാനാർത്ഥി പോലും പിൻവലിക്കുന്നത്. സംസ്ഥാന തലത്തിലുള്ള അവരുടെ നേതൃത്വത്തിന്റെ നിലപാട് അവിടുന്ന് പ്രത്യേകിച്ച് പ്രാദേശികമായിട്ടുള്ള നിരവധി മുസ്ലിം സമുദായത്തിൽ നിന്ന് തന്നെയുള്ള എതിർപ്പുകൾ ഉണ്ടായിരുന്നു. സംസ്ഥാന തലത്തിൽ തന്നെ വലിയ മുസ്ലിം സമുദായത്തിനകത്ത് SDP ആർക്കു വേണ്ടിയാണോ നിലയുറപ്പിക്കുന്നത് അതിന്റെ കടക്കൽ കത്തിവെക്കുന്ന നിലപാടാണ് ഈ മഞ്ചേശ്വരത്ത് BJP സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് വഴിയൊരുക്കാൻ SDP അവിടെ മത്സരരംഗത്ത് ഉറച്ചു നിന്നാൽ ഉണ്ടാവുക എന്നുള്ള എതിർപ്പുകളൊക്കെ വന്നതിനെ തുടർന്നാണ്, ആ കടുത്ത സമ്മർദ്ദത്തെ തുടർന്നാണ് അവിടെ സ്ഥാനാർത്ഥിയെ മാറ്റാൻ നിർബന്ധിതമായത്. പക്ഷേ താഴെത്തട്ടിൽ മഞ്ചേശ്വരത്ത് SDP പ്രവർത്തകർക്കിടയിൽ ഒരു ലീഗ് വിരുദ്ധ വികാരം, ലീഗ് വിരുദ്ധ വികാരം എന്നതിനേക്കാൾ ലീഗിന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ഒരു എതിർപ്പുണ്ട്. ലീഗ് വിരുദ്ധ വികാരമുണ്ട്. കാരണം എന്താ പറയുക, ഇപ്പം ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ SDP ലീഗ് തമ്മിൽ വലിയ പോരാട്ടമുണ്ട്. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ SDP-യുടെ ലക്ഷ്യം പ്രത്യയശാസ്ത്ര BJP ആണെങ്കിലും അവരുടെ രാഷ്ട്രീയ ശത്രു ലീഗാണ്. ലീഗ് തകർന്നാൽ മാത്രമേ അവർക്ക് രാഷ്ട്രീയ വളർച്ചയുള്ളൂ. മഞ്ചേശ്വരത്ത് K. സുരേന്ദ്രൻ ജയിച്ചാലും അത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ പോലും അവിടെ ഞങ്ങൾ വോട്ട് ചെയ്യുന്ന LDF-നാണ് എന്ന് പറയുന്നത് അവിടുത്തെ നേതാക്കളാണ്. ഒറ്റക്കാലം പറഞ്ഞോട്ടെ, തുളസീധരൻ പള്ളിക്കൽ എന്ന് പറയുന്ന അവരുടെ സംസ്ഥാന ഉപാധ്യക്ഷനാണ്. സംസ്ഥാന ഉപാധ്യക്ഷൻ ആദ്യമേ വാർത്താ സമ്മേളനം നടത്തി ഇവിടെ LDF ഈ പറയുന്ന എന്താണ് SDP ഡിയിൽ ഉണ്ടെന്ന വാക്ക് ഉപയോഗിച്ചത്. സാധാരണ ഇതിലൊരു സംഘടനയെ പറ്റി അങ്ങനെ ഇല്ലാത്ത കാര്യമാണ് എന്ത് ചെയ്യും, നമ്മൾ അയാളെ എടുത്ത് പുറത്താക്കും. ഏത് സംഘടനയെ പുറത്താക്കും? ഇപ്പോഴും ഈ സമയവും തുളസീധരൻ പള്ളിക്കൽ SDP-യുടെ സംസ്ഥാന ഉപാധ്യക്ഷനാണ്. എന്താണ് അർത്ഥമാക്കുന്നത്? അദ്ദേഹം പറയുന്നതോട് സംഘടന യോജിക്കുന്നതല്ലേ?